ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് കുടുംബസമേതമാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇന്നൊരു ഉദ്ഘാടനം ഉണ്ട്, അപ്പോൾ അതിന് പോവാണ് കേട്ടോ. ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളൊന്നല്ല കേട്ടോ, ഏട്ടൻ്റെ ഫാമിലിയിലുള്ള ഒരു ചേച്ചിയുടെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അവരൊരു പെട്രോൾ പമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണെന്ന്. അപ്പോൾ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതാ അവിടെ എത്താറായിട്ടോ. നല്ല കൊട്ടും പാട്ടൊക്കെ ആയിട്ട് നല്ല മേളം തന്നെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ പെട്രോൾ പമ്പ്. ഉദ്ഘാടനം ചെയ്യുന്നത് MP രാജേഷാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് റിലേറ്റീവ്സിനെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ സംസാരിക്കുകയാണ്. ഇച്ചുകുട്ടനെ എല്ലാവരും വന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ കാണുന്ന പോലെ അല്ല, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആൾ പമ്മി ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ്റെ മൂത്ത ചേച്ചിയാണിത്. അപ്പോൾ ചേച്ചി ഇതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാണ് കേട്ടോ. ഇച്ചുകുട്ടനെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ നോക്കുന്നുണ്ട്, പക്ഷേ അച്ഛൻ്റെ അടുത്തുനിന്ന് പോരണില്ല. അങ്ങനെ ഒരു വിധത്തിൽ അവൻ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇതാ ജ്യൂസുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് എടുത്ത് അവന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞാനൊന്നും കഴിച്ചില്ല. ഏട്ടനൊരു സമൂസയാണ് കേട്ടോ എടുത്തത്. അതിനുശേഷം ഇതാ നമ്മുടെ MP രാജേഷ് വരാറായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയതാണ് കേട്ടോ. അവിടെ മേളമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് എന്ത് കൊട്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനുശേഷം ഇതാ ഏട്ടൻ്റെ 2 ചെറിയ ചേച്ചിമാരാണ് കേട്ടോ. അത് ഒരു ട്വിൻസാണ് കേട്ടോ. അപ്പോൾ അത് അവരുടെ കൂടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് MP രാജേഷ് എത്തിയത്. അപ്പോൾ പിന്നെ ഫോൺ എടുത്തിട്ട് വേഗം ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോയിട്ടോ. വീഡിയോ എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ MP രാജേഷിനെ മാത്രം കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ തിക്കും തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ പിന്നാലെ പോയി. അങ്ങനെ ഒരു വിധത്തിൽ വീഡിയോ ഒക്കെ കിട്ടി. അങ്ങനെ ഇതാ MP രാജേഷ് സ്റ്റേജിലേക്ക് കയറുകയാണ്. പിന്നെ അവിടെ എത്തിയിട്ട് കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളും സ്വീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരഞ്ഞ സാധനം എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടോ. ഉദ്ഘാടനം പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ലഡ്ഡു അല്ലേ. ഞാൻ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ലഡ്ഡു കിട്ടി. ഞാനും ഇച്ചുകുട്ടനൊക്കെ നല്ല രീതിയിൽ ലഡ്ഡു ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാൻ അവന് ഓട്സാണ് കേട്ടോ ഉണ്ടാക്കിയത്. രാവിലെ നേരത്തെ ആയതുകൊണ്ട് അവൻ കുറച്ചേ കഴിച്ചോളൂ. അപ്പോൾ അതുകൊണ്ട് ലഡ്ഡു നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യാമറ ഓൺ ആക്കിയപ്പോൾ പിന്നെ അവൻ ഒളിച്ചേ പിടിച്ചേ കളിക്കാൻ തുടങ്ങിയിട്ടോ. പിന്നെ ക്യൂട്ട്നെസ് വാരി അറിയലാണല്ലോ അവൻ്റെ പണി. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ MP രാജേഷിൻ്റെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇച്ചുകുട്ടൻ അവിടെയുള്ള ഒരു ചേച്ചി ഒരു റോസ് പൂ കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായി കളി. അത് പിടിച്ച് മണക്കുന്നു, ചെവിയിൽ വെക്കുന്നു. പിന്നെ അതിൻ്റെ ഇതളൊക്കെ പിടിച്ച് പൊട്ടിച്ചിടലൊക്കെ ആയിട്ടോ പണി. അതിൻ്റെ ഇതൾ പറിച്ച് ലാസ്റ്റ് അതിൻ്റെ പൂവിലൊന്നും ഇല്ലാതായിട്ടോ. ആ ഇതൾ മുഴുവൻ അവിടെ വിതറും ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവൻ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടോ. ഇത് കണ്ടിട്ട് സ്നേഹം കൊണ്ട് എനിക്ക് തരാമെന്നൊന്നും വിചാരിക്കേണ്ട. അതപ്പം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അവരുടെ വക തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും വെച്ചിട്ടേനും അതാ സ്റ്റെപ്പ് കയറിയിട്ട് പോവാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഏട്ടന് പിന്നാലെ വന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൈ വിട്ടിട്ട് ഏട്ടൻ്റെ കൂടെ പോയി ഇച്ചുട്ടൻ. അവൻ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം അച്ഛനാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ കൂടെ നടക്കുമ്പോഴാണ് അവന് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇതാ ഫുഡ് വന്നു. റൈസ്, പൊറോട്ട, ചില്ലി ചിക്കൻ, കോളിഫ്ലവർ, സോയാബീൻ കറി, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ്, അങ്ങനത്തെ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ.